നമ്മളിപ്പോൾ നിൽക്കുന്നത് സൂര്യനെല്ലിയിലാണ്. വിൻഡോ സീറ്റിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേട്ടാ 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 സൂര്യനെല്ലി ഞങ്ങൾ സൂര്യനെല്ലി എത്തിയിരിക്കുകയാണ്, സൂര്യനെല്ലി ടൗണിൽ. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ക്യാമ്പറിൻ്റെ ടെൻ്റാണ്. അവിടത്തേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഇനിയൊരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് എത്തിച്ചേരാനുള്ള വഴി എന്ന് പറയുന്നത്, ഞങ്ങൾ എറണാകുളം ഭാഗത്തു നിന്നാണ് വന്നത്. എറണാകുളം ഭാഗത്തു നിന്ന് വരുമ്പോൾ അടിമാലിയിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞ് കുഞ്ഞിത്തണ്ണി റോഡിലേക്ക് ചാടി അവിടെ നിന്ന് പൂപ്പാറ ബെൻസൺ വാലി വഴിയാണ് ഞങ്ങൾ വന്നത്. ആ വഴി എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു അടിമാലിയിൽ നിന്നും ഏകദേശം ഒരു 48 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷേ ആ റോഡ് അത്യാവശ്യം മോശമാണ്. ബൈക്കിന് മാത്രമേ വരാൻ പറ്റുള്ളൂ. കാറിന് വരുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. ബൈക്കിന് തന്നെ ചെറിയ പ്രയാസം, ഞങ്ങൾ വരുന്ന സമയത്ത് ചെറിയ പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടായി. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ സുഖമായിട്ട് ഇവിടെ എത്തി. കാറിൽ വരുന്നവർക്ക് ഇവിടെ എത്തിപ്പെടാനുള്ളൊരു എളുപ്പ വഴി അല്ലെങ്കിൽ നല്ല വഴി എന്ന് പറയുന്നത് നേരെ മൂന്നാർ വിട്ടിട്ട് അവിടെ നിന്ന് ദേവികുളത്തേക്ക് പോയി ദേവികുളത്തു നിന്ന് ഇവിടത്തേക്ക് വരാനുള്ള വഴിയുണ്ട്. ഈ മൂന്നാറിൽ നിന്നും ദേവികുളത്തേക്ക് ഏകദേശം ഒരു 11 കിലോമീറ്ററും ദേവികുളത്തു നിന്നും സൂര്യനെല്ലിയിലേക്ക് ഏകദേശം ഒരു 26 കിലോമീറ്ററും ദൂരമാണുള്ളത്. ഇതാണ് നമ്മുടെ ടെൻറ്റ് ക്യാമ്പിങ്ങിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ. ഫ്രണ്ടിലായിട്ടുള്ള മല, ഒരു തേയിലത്തോട്ടാണത്. തേയിലത്തോട്ടത്തിൻ്റെ മുകളിലായിട്ട് മലയാണ്. പാറക്കെട്ടും അതേപോലെ മരങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ മൊത്തത്തിലുള്ള ദൃശ്യങ്ങൾ കാണാം. ഈ ഒരു തട്ട് ക്യാമ്പിങ് ടെൻ്റ് അടിക്കാനുള്ളൊരു തട്ടാണ്. അതുപോലെയുള്ള 2 തട്ട് താഴോട്ടുണ്ട്. ആ കാണുന്നത് കിച്ചണാണ്. അതേപോലെ ഈ സ്റ്റെപ്പിൽ താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് ടോയ്ലറ്റ് കാണാം. പിന്നെ വേറൊരു ഈ റോഡിലൂടെ നേരെ പോയാൽ അത് ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു തട്ടുണ്ട്. അവിടെയും ടെൻ്റ് അടിക്കാറുണ്ട്. അപ്പം അങ്ങനെ ടെൻ്റ് അടിക്കാനായി ഇവിടെ മൊത്തം 4 തട്ടുകളാണുള്ളത്. നമുക്ക് ഓരോന്നും വിശദമായി കാണാം. ഇതാണ് നമ്മളിവിടുത്തെ കിച്ചൺ. ഇപ്പം ഭക്ഷണം ഉൾപ്പെടെയുള്ള പാക്കേജ് ബുക്ക് ചെയ്തവർക്ക് ഇവിടെ നിന്ന് ഇവർ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കും. ഒരു ഡൈനിങ് ഏരിയയും പിന്നെ കിച്ചണും, ഇതിനകത്താണ് കിച്ചൺ. ഈ ടെൻറ്റുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാത്തിനും ഒരേ വലിപ്പമല്ല. ഇത് അല്പം വലുതാണ്, പക്ഷേ ഇത് രണ്ടാണെങ്കിൽ ചെറുതാണ്. ഈ ടെൻറ്റ് 2 പേർക്ക് താമസിക്കാനുള്ളതാണ്. 2 പേർക്ക് ഇതിനകത്ത് സുഖമായി കിടന്നുറങ്ങാം. പക്ഷേ ഇതാണെങ്കിൽ 3 പേർക്കുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്, എത്രമാത്രം സ്പേസ് ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ളതിനേക്കാളും സ്പേസ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. പുറത്തുനിന്ന് നോക്കിയപ്പം
നമ്മൾ മനസ്സിൽ ഊഹിക്കുന്ന ഒരു സൈസ് ഉണ്ടാവുമല്ലോ, അതിനേക്കാളും സ്പേസ് ഇതിനകത്ത് ചെന്നപ്പോൾ ഉള്ളതായിട്ട് തോന്നുന്നു. ക്യാമ്പിൻ നമ്മുടെ ടെൻറ്റിൻ്റെ അകത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. രാവിലേക്ക് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് ഡോറൊന്ന് തുറന്നാൽ തന്നെ മനസ്സിന് ഭയങ്കര ഒരു കുളിർമയും ഉന്മേഷമൊക്കെ കിട്ടും. ടെൻ്റ് അടിക്കുന്ന ഈ തട്ടിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെയാണ് ഇവിടുത്തെ ബാത്റൂമും ടോയ്ലറ്റൊക്കെ. അവിടെ 3 ടോയ്ലറ്റും ഒരു ബാത്റൂമാണുള്ളത്. ഇത് നമ്മളിവിടുത്തെ ആൻ്റണി ചേട്ടനാണ് ഇവിടുത്തെ കെയർ ടേക്കർ. ആൻ്റണി ചേട്ടൻ സൂര്യനെല്ലി സ്വദേശി തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും ഇവിടെ വരുന്ന ഗസ്റ്റുകളെ സ്വീകരിക്കുന്നതും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതൊക്കെ ആൻ്റണി ചേട്ടനാണ്. ഞങ്ങൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 800 പാക്കേജാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഞങ്ങൾ അഡീഷണലായിട്ട് ബാർബിക്യൂവും പിന്നെ ക്യാമ്പ് ഫയറുമാണ് ഞങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത്. ഇനി ഞങ്ങൾക്ക് ഇനി ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തന്നെ അതിനുള്ള ചിക്കനും ചാർക്കോളും അതിൻ്റെ മസാലകളും എല്ലാം മേടിച്ച് നമ്മൾ തന്നെ അത് തയ്യാറാക്കണം. മുളക് പൊടി എടുത്തു, മല്ലിപ്പൊടിയുടെ ചെറിയ പാക്കറ്റ് ഉണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങി, ചാർക്കോളും വാങ്ങി, മസാലയും വാങ്ങി. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള എന്തെങ്കിലും പൊറോട്ടയോ ചപ്പാത്തിയോ അങ്ങനെയുള്ള എന്തെങ്കിലും വാങ്ങണം. അതും കൂടി വാങ്ങിയിട്ട് നേരെ ക്യാമ്പിലേക്ക് പോകാം. അങ്ങനെ ചിക്കൻ നമ്മൾ മൊത്തം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇത് വെക്കേണ്ടി വരും, ഇതിന് മസാല മൊത്തം ചിക്കനിൽ കയറി പിടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്തിനുള്ളിൽ നമുക്ക് ചാർക്കോളൊക്കെ ഇട്ട് ഗ്രില്ലൊക്കെ ഒന്ന് കത്തിച്ച് ചൂടാക്കി വെക്കാം. ഏകദേശം നമ്മുടെ ചിക്കൻ പൊരിഞ്ഞു വരുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ കഴിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും രുചി ഇത് ഉണ്ടാക്കുന്നതിലാണ് എന്നുള്ളതാണ്. കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പും പാകത്തിലുള്ള മുളകും ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ എല്ലാം കറക്റ്റാണ്, പാകമാണ്.
അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ മുതൽ ഇതുവരെയുള്ള ഓരോ നിമിഷവും അടിപൊളിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ തണുപ്പ് കൂടി വരുന്നുണ്ട്. സമയം 12 മണി കഴിഞ്ഞു. ഞങ്ങൾ ഉറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ക്യാമ്പിൻ്റെ അകത്തും പുറത്തുള്ള ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. അതൊക്കെ കൂടി ഞങ്ങൾ രണ്ടാമതൊരു ബ്ലോഗിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അതുകൂടാണ്ട് ഇവിടുത്തെ പാക്കേജുകളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇവിടെ എത്തിപ്പെടാനുള്ള വഴിയും കോൺടാക്ട് ഡീറ്റെയിൽസും ഞങ്ങൾ പറയാൻ വിട്ടുപോയ മറ്റെല്ലാ കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ലൈറ്റിൻ്റെ ചെറിയൊരു പരിമിതി ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായും എല്ലാവരും മറക്കാണ്ട് ഇതിൻ്റെ രണ്ടാം ഭാഗം കാണണം.